നമസ്കാരം. ഈ വർഷം ഇന്ത്യയുടെ പ്രതിരോധത്തെ സംബന്ധിച്ച് സ്വയം പര്യാപ്തതയുടെ യാത്രയിൽ നിർണായകമായ ഒരു വർഷമായി മാറുമെന്ന വ്യക്തമായ സൂചന പുറത്തെത്തിയിരിക്കുകയാണ്. ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച LCA-MK2 യുദ്ധവിമാനത്തിന്റെ ആദ്യ പറക്കൽ നടക്കുമെന്ന് പ്രതിരോധ ഗവേഷണ വികസന സംഘടന വ്യക്തമാക്കിയിരിക്കുകയാണ്. LCA-MK2വിന്റെ കന്നിപ്പറക്കൽ DRDOയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരിക്കും. ഇന്ത്യൻ വ്യോമസേന ഭാവിയിൽ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന LCA-MK2 ഒരു മീഡിയം വെയ്റ്റർ ഫൈറ്റർ വിമാനമാണ്. ജനറൽ ഇലക്ട്രിക് കമ്പനിയുടെ F414 INS-6 എഞ്ചിൻ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നിലവിലുള്ള ലഘുവായ LCA-MK1 വിമാനങ്ങളുടെയും റഫേൽ പോലുള്ള മീഡിയം ഫൈറ്ററുകളുടെയും സുഖോയ് Su-30 MK1 പോലുള്ള ഹെവി ഫൈറ്ററുകളുടെയും ഇടയിൽ നിലവിലുള്ള പ്രവർത്തന വിടവ് നികത്തുകയാണ് MK2വിന്റെ പ്രധാന ദൗത്യം. ഇതോടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ സമതുലിതവും ശക്തവുമായ ഒരു ഫൈറ്റർ ഫ്ലീറ്റ് വരും എന്നതാണ് ഉറപ്പ്. എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്നാണ് LCA-MK2 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2029 ഈ വിമാനത്തിന്റെ വൻതോതിലുള്ള ഉൽപാദനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ വിദേശ യുദ്ധ വിമാനങ്ങളിലേക്കുള്ള ആശ്രയത്വം സ്വാഭാവികമായി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രതിരോധ വ്യവസായത്തിന് ആഗോളതലത്തിൽ കൂടുതൽ വിശ്വാസ്യത നേടിക്കൊടുക്കാൻ ഇതിനെ കൊണ്ട് സാധിക്കും. വിമാന പദ്ധതികളോടൊപ്പം തന്നെ മിസൈൽ രംഗത്തും 2026 ഇന്ത്യക്ക് നിർണായകമായിരിക്കും. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സജ്ജമാക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം നീക്കങ്ങൾ നിർണായകമാണ്. DRDO വികസിപ്പിച്ച പ്രാലയ് മിസൈൽ സിസ്റ്റം ഈ വർഷം തന്നെ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് വിവരം. ഹര പ്രൊപ്പല്ലന്റ് ഉപയോഗിക്കുന്ന ഈ കോസി ബാലിസ്റ്റിക് മിസൈലിന് വ്യത്യസ്ത തരത്തിലുള്ള വാർ ഹെഡുകൾ വഹിക്കാനുള്ള കഴിവുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ലോഞ്ചറിൽ നിന്നും തുടർച്ചയായി 2 പ്രാലയ് മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുള്ള സാൽവോ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതോടെയാണ് ഈ ആയുധത്തിന്റെ വിശ്വാസ്യത ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് സ്വാഭാവികമായും നമുക്കത് പരീക്ഷിച്ച് വിജയിച്ചപ്പോൾ അതിലൊരു വിശ്വാസ്യത നമുക്ക് വന്നു. പ്രാലയ് മിസൈൽ സിസ്റ്റത്തിന്റെ ഉപയോഗൃത പരീക്ഷണങ്ങൾ പൂർത്തിയായപ്പോൾ അതായത് ഈ പരീക്ഷണങ്ങൾ പൂർത്തിയായി വരുന്ന സ്ഥിതിക്ക് അതിന്റെ ഇൻഡക്ഷൻ ആരംഭിക്കാനാണ് തീരുമാനം. ഇതിനൊപ്പം തന്നെ മറ്റ് നിരവധി പ്രതിരോധ സംവിധാനങ്ങളും പരീക്ഷണഘട്ടം പൂർത്തിയാക്കിയാൽ ഉൽപാദനത്തിലേക്ക് കടക്കുകയാണ്. അതിനാൽ കൊണ്ട് തന്നെയാണ് 2026 എന്ന് പറയുന്നത് DRDOയ്ക്ക് അതീവ നിർണായകമായ ഒരു വർഷമാണ്. അതായത് നേട്ടങ്ങൾ കൊണ്ടുള്ള ഒരു വർഷമായിരിക്കും 2026. ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ പരമ്പരാഗതവും തന്ത്രപ്രധാനവുമായ ശേഷികൾ ഒരേ സമയം ശക്തിപ്പെടുത്തുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഭാവിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡ്രോണുകളിലേക്കും ആളില്ലാത്ത ആകാശ വാഹനങ്ങളിലേക്കും DRDO പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്ത 10 മുതൽ 15 വർഷങ്ങളിൽ യുദ്ധഭൂമികൾ ആളില്ലാ പ്ലാറ്റ്ഫോമുകളുടെ ആധിപത്യത്തിലാകും. കാരണം സാങ്കേതിക വിദ്യ ദിനം പ്രതി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റം അവിടെ അനിവാര്യമാണ്. ചെറു ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ ഇന്ത്യ ഇതിനകമായി ശക്തമായ വ്യവസായ ശേഷി കൈവരിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധ ഉയർന്ന ഉയരത്തിൽ ദീർഘനേരം പ്രവർത്തിക്കാൻ കഴിയുന്ന ഡ്രോണുകളിലേക്കും കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങളിലേക്കും മാറും. ഏതായാലും 2026 വ്യവസായങ്ങൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുമായി കൂടുതൽ സഹകരിച്ച് നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക എന്നതാണ് DRDOയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ കൂട്ടായ്മകൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ രംഗത്ത് തന്നെ വേഗതയും ആഴവും ഒരേ സമയം നൽകുമെന്നാണ് നമുക്കുള്ള പ്രതീക്ഷ. എന്തായാലും മൊത്തത്തിൽ LCA-MK2വിന്റെ കന്നിപ്പറക്കൽ മുതൽ പ്രാലയ് മിസൈലിന്റെ ഇൻഡക്ഷനും ഡ്രോൺ സാങ്കേതിക വിദ്യകളിലെ മുന്നേറ്റങ്ങളും വരെ 2026 ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി മാറുമെന്നും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന് പറയാം.